സത്യസന്ധവും ലളിതവുമായ ജീവിതമാണ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം. നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെന്ന് കരുതി മറ്റുള്ളവരും അങ്ങനെയായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. തിരസ്കരിക്കപ്പെടുമ്പോൾ കോപം അരുത്, പുഞ്ചിരിയോടെ നടന്നകലുന്നതാണ് ഏറ്റവും നല്ല മറുപടി. സന്തോഷമോ സങ്കടമോ, ആശയോ നിരാശയോ, സ്നേഹമോ വെറുപ്പോ, നമ്മുടെ വികാരങ്ങൾ ഏതായാലും അത് മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സ്വയം സഹിക്കേണ്ടി വരും. നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വ്രണപ്പെടുത്തുകയും താൻ ചെയ്തത് ശരിയെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ അധികകാലം നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. ഒന്നും സ്ഥിരമല്ല എന്നിരിക്കെ മനുഷ്യരും അവൻ്റെ ചിന്തകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനാൽ അനാവശ്യമായി ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടരുത്. ബഹുമാനവും ആദരവും ലഭിക്കാത്തിടത്ത് വീണ്ടും തങ്ങുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതെയാക്കും. പൂർണ്ണമായതിനെ മാത്രം അന്വേഷിച്ച് നടന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണം ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് നമ്മോട് തന്നെ നിശബ്ദമായി പോരാടിക്കൊണ്ടിരിക്കും നിരവധിയായ ചിന്തകളിലൂടെ. ഒരാളെ മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങളെ അറിയുന്നവർ ഏറെ പേരുണ്ടെങ്കിലും മനസ്സിലാക്കിയവർ വളരെ അപൂർവമായിരിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന മുഖ്യമായ 2 ഘടകങ്ങൾ ഇവയാണ്. 1. തനിക്ക് പ്രത്യുപകാരം ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളോടുള്ള പെരുമാറ്റം. 2. തന്നോട് എതിർത്ത് നിൽക്കാൻ ശേഷിയില്ലാത്തവരോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നത്.